15 വർഷക്കാലമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്തത് യുദ്ധത്തിൽ ഒന്നെങ്കിൽ ജയിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കപ്പലിൽ കയറി രക്ഷപ്പെടണം. ശരിക്കും ഒരു മൂവ്മെന്റ് ആയിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഞാൻ ഇത് തന്നെ ആയിരുന്നു അന്വേഷിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതുവരെയുള്ള നമ്മളുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 400 സംതിങ്ങിലായിരുന്നു. അതേപോലെ സബ്സ്ക്രൈബേഴ്സും 400. പക്ഷേ നമ്മൾ ഞാൻ ഇതനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളുടെ റീച്ച് കൂടാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റാത്തത്രയും എനിക്ക് ക്ലയൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ക്ലയൻസിനെ മസരിയായിട്ടുള്ള ഒരു 4 ലാഖിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദ ഹോൾ ഓഫ് ഫെയിം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റും ഇമോഷണൽ ഫ്രീഡം കോച്ചും ആയിട്ടുള്ള ഹുസ്നാഷ ആണ്. ഹുസ്നാഷ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഒരുപാട് ലൈഫ് കോച്ചസ്, സൈക്കോളജിസ്റ്റുകളൊക്കെ സ്കില്ലുണ്ടായിട്ടും നോളജ് ഉണ്ടായിട്ടും എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു ഇൻസ്പയറിംഗ് ആവുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഹുസ്നാഷ. ഞാൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ കൗൺസിലിംഗ് ആൻഡ് കോച്ചിങ് ആണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ കൗൺസിലിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. ഓക്കെ ഓക്കെ. നമ്മുടെ കോച്ചിങ് എംപയർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാനൊരു 15 വർഷക്കാലമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യായിരുന്നു. ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അബാക്കസ് കോച്ചിങ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ആ കൊറോണയ്ക്ക് ശേഷമാണ് പിന്നീട് LD മാനേജ്മെന്റ് കൗൺസിലിംഗിലേക്ക് വരുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾ ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മളിലേക്ക് വരുന്ന ഓരോ ക്ലയൻസിനും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചിലാണ് നമ്മുടെ കൗൺസിലിംഗ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വരുന്ന ഓരോ ക്ലൈസിനും 100% അവർക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് മേടിച്ചെന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറയും. പക്ഷേ ഇങ്ങനെ ഒരു സർവീസ് നമ്മൾ ഒരിക്കലും ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ പുറത്ത് പറയാത്തത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് ക്ലയൻസ് വരിക എന്നുള്ളത് അതിനൊരു പരിധി ഉണ്ടായിരുന്നു ശരിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മളുടെ ആ ഒരു ഓഫ്ലൈനിൽ നമ്മുടെ സർവീസ് കൊടുക്കുമ്പോൾ നമ്മളെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ. അവിടെ ഏകദേശം നമ്മളുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളെല്ലാം നമ്മൾ റീച്ച് ചെയ്യുന്നുള്ളൂ. ഈ 2 പ്രശ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്? അന്ന് ആ സമയത്ത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ചെയ്തത്. ഒരു കോച്ചിങ്ങിന്റെ ഒരു ബിസിനസ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണോ അതിന് കൊണ്ടുപോയിരുന്നത്? അത് നമ്മൾ കോച്ചിങ്ങിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ക്ലയൻറ്റ്സ് വരുന്നു, നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുന്നു, തെറാപ്പി കൊടുക്കുന്നു, അവിടെ അത് ക്ലോസ് ആകുന്നു. ആ രീതിയിലായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ കോച്ചിങ് എംപയർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഓൺലൈനിൽ കൗൺസിലിംഗ് ചെയ്യുക, കോച്ചിങ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പോൾ ഓഫ്ലൈനിലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരാൻ കഴിയുന്ന ക്ലയൻസിന് പരിധിയുണ്ട്. കാരണം നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള ആളുകൾ മാത്രമാണ് നമ്മളിലേക്ക് വരുന്നത്. എന്നാൽ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് അതിന് പരിധിയും പരിമിതികളൊന്നുമില്ല. നമുക്ക് ആരിലേക്കും റീച്ച് ചെയ്യാം, എവിടേക്കും റീച്ച് ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ലെവലിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്ക് നമ്മുടെ നാട്ടിലുള്ള ഹോം ടൗണിലുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഒഴിവാക്കിയത്. കാരണം അതിൽ നിന്നുകൊണ്ട് ഒരിക്കലും എനിക്ക് ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് എൻ്റെ ഏരിയയിലുള്ള ആ ഒരു സംഗതി വെച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ശരിക്കും സീസർ ചെയ്ത പോലെയാണ് ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസർ എന്താ ചെയ്തത്, യുദ്ധത്തിൽ ഒന്നുകിൽ ജയിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കപ്പലിൽ കയറി രക്ഷപ്പെടണം. അപ്പോൾ കപ്പലിൽ കയറി രക്ഷപ്പെടുക എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ അയാൾ ഒഴിവാക്കി, കപ്പൽ കത്തിച്ചു. പിന്നെ അവിടെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത്. എന്നതുപോലെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഴിവാക്കി. പിന്നെ എനിക്ക് ഈ ഒരു ഓൺലൈൻ കോച്ചിങ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും ജോയിൻ ചെയ്തതും. പ്രോഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ 1-2 ഫീഡ്ബാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങളും അവർ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ എത്തിയ തലമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ ഒരു ഏരിയയിൽ തന്നെ ആണല്ലോ ഞാനും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഇതെനിക്ക് വർക്കാകും എന്നുള്ളത്. നമ്മുടെ പ്രോഗ്രാമിൽ ആയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത്
നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പുള്ള ആ പ്രീ കൺസൾട്ടേഷന്റെ ടൈമിലുള്ള ശരിക്കും ഒരു വോവ് മൂവ്മെന്റ് ആയിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഞാൻ ഇത് തന്നെ ആയിരുന്നു പിന്നെ അന്വേഷിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഓരോ ദിവസം നമ്മുടെ കോഴ്സ് പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിലിങ്ങനെ അപ്ലൈ ചെയ്തു. ശരിക്കും നമ്മുടെ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ആ വീഡിയോ 100 ഡേയ്സ് ചാലഞ്ചിൽ വീഡിയോസും മറ്റും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ചേഞ്ച് ഫീൽ ആയത്. അതായത് ഓരോ വീഡിയോസും നമ്മളിങ്ങനെ ചെയ്തിടുന്നതിനനുസരിച്ച് അതിൻ്റെ കാരണം വർഷങ്ങളായിട്ട് ഞാൻ ആ കൊറോണ സമയത്ത് തന്നെ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് സ്റ്റക്കാവും, ഇടയ്ക്ക് ചെയ്യും, ആ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെയുള്ള നമ്മളുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 400 സംതിങ്ങിലായിരുന്നു. അതേപോലെ സബ്സ്ക്രൈബേഴ്സും 400 ആൻഡ് സംതിങ്ങിലായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഇപ്രാവശ്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോ ചെയ്തതിന് ശേഷം ഓരോ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി. അതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലയൻസിന്റെ കാര്യത്തിലും ഗ്രോത്ത് വന്നു. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബിഗ്ഗസ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നതൊക്കെ എന്തായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് നമുക്ക് എങ്ങനെ ChatGPT ഉപയോഗിച്ച് നമുക്ക് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ വീഡിയോ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലും പ്രയോജനപ്പെട്ടത്. ഒരു കോച്ചിങ്ങിന്റെ ബിസിനസ് ബിൽഡ് ചെയ്യണ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നേരെ ഇംപ്ലിമെന്റ് ചെയ്ത് ആ ബിസിനസ്സിനെ ഒരു കോച്ചിങ് ബിസിനസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതായത് ഈ വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ കോണ്ടന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് എനിക്ക് കൂടുതലായിട്ടും അതിനകത്തുനിന്ന് എന്താണ് എല്ലാം എനിക്ക് പ്രയോജനം തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്ന് പറയാൻ പറഞ്ഞാൽ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് നേരത്തെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഉം. ഇപ്പോൾ ഞാൻ ഇതനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളുടെ റീച്ച് കൂടാൻ തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മളെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി. ഓൺലൈൻ കൗൺസിലിങ്ങോ ഓൺലൈൻ കോച്ചിങ്ങോ നേരത്തെ ഞാൻ ചെയ്തിട്ടില്ല. വളരെ കുറച്ച് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ക്ലയൻറ്റ്സ് ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരുന്ന 98% കേസുകളും ഓൺലൈൻ കേസുകളാണ്. പിന്നെ ക്ലയൻറ്റ്സിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റാത്ത അത്രയും എനിക്ക് ക്ലയൻറ്റ്സ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ക്ലയൻറ്റ്സിനും എനിക്ക് അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിനി അതിനുള്ള സംവിധാനങ്ങൾ കാണണം. അതേപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന പല മെസ്സേജുകൾക്കും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഞാൻ ബിസി ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിക്ക് ഇൻകത്തിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരു 4 ലാഖിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഈ 4 ലാഖിലേക്ക് നിങ്ങൾ എത്തിയത് എന്തെങ്കിലും അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെറ്റ ആഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു രൂപ പോലും ഞാൻ അതിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടില്ല. ഈ പ്രോഗ്രാമിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്റേണൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസിന്റെ ലെവൽ ഇംപ്രൂവ് ആയി എന്നുള്ളത് തന്നെയാണ് ഓക്കെ, ഓക്കെ. ഏറ്റവും വലിയ ഇന്റേണൽ ചേഞ്ചസ്. നിങ്ങളുടെ ഈ ജേർണിയിൽ നിങ്ങൾക്ക് പ്രൗഡ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യം എന്താണ്? എനിക്ക് പ്രൗഡായിട്ട് തോന്നിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിന് അവർക്ക് 100% അവർ എന്ത് ഇൻറ്റൻഷനിലാണോ വരുന്നത് അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ആ കിട്ടി എന്ന് അവർ പറയുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉള്ളൊരു സമയം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റ്, കോച്ചസ് ഇവരൊക്കെ പുറത്തുണ്ട്. ഇവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ നോളജിൻ്റെയും സ്കിൽസിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോച്ചിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്കിൽ ഉണ്ടായിട്ടും ടാലന്റ് ഉണ്ടായിട്ടും നോളജ് ഉണ്ടായിട്ടും എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടും ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ, കോച്ചസ് ഇവരൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആസ് എ സക്സസ്ഫുൾ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ച് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് അവർക്ക് കൊടുക്കാനുള്ളത്? അതായത് ക്ലയൻറ്റ്സ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ നമ്മളിലേക്ക് ക്ലയൻറ്റ്സ് അട്രാക്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള കേപ്പബിലിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നേരത്തെ ഒരു കേസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ സംവിധാനങ്ങളിൽ നമുക്കിപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾക്ക് ആ ഏരിയയിലുള്ള ആളുകളെ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ലോകം മൊത്തം ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്നാണ് ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയിൽ നമ്മൾ 100 ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മളുടെ സ്കിൽസും നോളജും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
താങ്ക് യു ഹുസ്നാഷ. നിങ്ങളുടെ ഈ ഒരു ജേണി ഷെയർ ചെയ്തത് ലൈഫിൽ സ്റ്റക്കായി കൊണ്ടിരിക്കുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ, അതേപോലെ തന്നെ കോച്ചിങ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആവും. ഈ ഒരു ഹാൾ ഓഫ് ഫെയിമിലേക്ക് എൻ്റർ ചെയ്തതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ ഒരു 1 CR ഒക്കെ അച്ചീവ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. എന്നാലും ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാലേ, ഞാന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ആവുന്നില്ല. കാരണം ഇതെന്ന് വെച്ചാൽ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 365 ദിവസവും വെറുതെ വിടുന്നില്ല. ഇതൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് അങ്ങനെ കാരണം എൻ്റെ ഇപ്പത്തെ സംഗതികളും സംസാരം കേൾക്കുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ധാളിക്കുകയാണ്. കാരണം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ, എന്നെ അന്നത്തെ കാലത്ത് ആർക്കും അറിയുന്നല്ല സത്യത്തില്. ഏ അങ്ങനെയുള്ള ഒരു ഇത്. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ ഒന്നും വെറുതെ സംഭവിക്കണില്ല. ഈവൻ പ്രശ്നങ്ങൾ വരെ ഇത് അള്ളാന്റെ ശരിക്കുള്ള കാൽക്കുലേഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ലൈഫിലും പ്രശ്നങ്ങളും കൂടി വരുന്നത്. പക്ഷേ ഇത് പ്രശ്നം കാണുമ്പോൾ ആളുകൾ ഭയപ്പെടുകയാണ്. ശരിക്കും ആ പ്രശ്നത്തിലൂടെയാണ് ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പ്രശ്നത്തിലൂടെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ മേലൊക്കെ കയറുന്നതിന് പകരം ആളുകൾ കീപ്പോട്ട് പോകുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ഡിപ്രഷനിലായിരിക്കുന്ന ആളുകളുണ്ട്. അതായത് ഡിപ്രഷന് മെഡിസിൻ കഴിച്ച് ഇനി അവർക്ക് ഒരു മോചനം ഇല്ല എന്നാണ് അവർ ശരിക്കും വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. അവര് എന്തോ ഉറപ്പാണ്, ഒരാൾക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെന്റലി പ്രോബ്ലം ആണെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ആവില്ല, പക്ഷെ അവരുടെ മനസ്സിൽ അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടാവും. അതിനെ തെറാപ്പി ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇത്ര പോകുന്നൊരു ടാങ്കിൽ ഇത്രയും സംഗതികൾ ഉണ്ടെങ്കിൽ ഇത് ക്ലീൻ ആകണതിനനുസരിച്ചിട്ട് അവരിങ്ങനെ റിലാക്സ് ആയി ഓക്കെ ആയി വരും. അപ്പൊ 100% ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവർ 100% ഓക്കെ ആയി. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ ആളുകൾക്ക് ഇത് അറിയൂല. ഇത് ഇങ്ങനെയുള്ളവർക്ക് ഇതെന്നും ഇങ്ങനെയാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. അപ്പൊ നമുക്കത് ബോധ്യം, നമ്മുടെ ഉള്ളിൽ ഇത്രയും ഇപ്പൊ 35,000 40,000 ഒക്കെ രൂപ മേടിച്ച് നമ്മൾ ഇങ്ങനെ ക്ലയൻസിനെ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആ ഒരു ഏരിയയിൽ വേണമല്ലോ. അല്ലാതെ വെറുതെ അത് നടക്കൂലല്ലോ. നമ്മളിൽ നിന്നാണല്ലോ ആ കോൺഫിഡൻസ് അവരിലേക്ക് എത്തുന്നത്. ഇത് പോസിബിൾ ആണെന്നുള്ളത്. താങ്ക് യു സോ മച്ച്.